ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. ഞാൻ ഗ്രീഷ്മ. ഇന്ന് തയ്യാറാക്കുന്നത് ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. ഒരു മാസത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഈ ചമ്മന്തിപ്പൊടി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിനായിട്ട് ഉണങ്ങിയ ചെമ്മീൻ, ചെറിയ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയത് 2.5 കപ്പ്, 6 മുതൽ 8 അല്ലി വരെ വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം പുളി, 8 മുതൽ 10 വറ്റൽ മുളക്, അതോ ഉണങ്ങിയ മുളക്. എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നമുക്കിനി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഉണങ്ങിയ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കഴുകിയ ശേഷം ഉണക്കിയെടുത്തതാണ്. ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കൈകൊണ്ട് പൊടിയുമ്പോൾ പൊടിഞ്ഞ് വരുന്ന രീതിയിൽ, കൈകൊണ്ട് ഒടിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പൊടിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കുക. തണുത്ത് കഴിയുമ്പോൾ, ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പിനെസ് വരുന്നതായിരിക്കും. ഇനി നമുക്ക് അതേ പാനിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പുളി ചൂടാക്കണമെന്ന് നിർബന്ധമില്ല. വറ്റൽമുളക് നല്ലൊരു ക്രിസ്പിയായി വരുന്നത് വരെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാൻ. ഇതും ക്രിസ്പി ആയി കഴിഞ്ഞപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറുന്നതിനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 2 കപ്പ് ചിരകിയ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു വലിയൊരു തേങ്ങയുടെ പകുതി. ലോ ഫ്ലെയിമിലിട്ട് ഒരു ഗോൾഡൻ നിറമാകുന്നിടം വരെ, ഒരുപാട് ബ്രൗൺ ആയി പോകരുത്, ഗോൾഡൻ നിറമാകുന്നിടം വരെ വറുത്തെടുക്കുക. ഇതുകൂടി ഒന്ന് ചൂടാറുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചൂടൊക്കെ ആറി ഒരുവിധം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഞാൻ വറ്റൽമുളകും വെളുത്തുള്ളിയും പുളിയും കൂടി ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തു. ഉപ്പ് തേങ്ങ അരയ്ക്കുമ്പോൾ കൂടെ ചേർത്താലും മതി. ഇപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പിട്ടതിനാൽ ഉപ്പ് ഏറ്റവും അടിയിൽ പോയി കിടക്കും. അപ്പോൾ അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ചെമ്മീനും തേങ്ങയും കൂടി ഇടവിട്ട് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടുന്നതിന്, ഒരേപോലെ മിക്സായി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തത്. ഇനി ബാക്കിയുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൾസ് മോഡിലിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് സമയമായിട്ട് അരയ്ക്കാതെ ഓരോ പൾസ് മോഡിൽ ഓരോ സെക്കൻഡ് നിർത്തി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. ഉപ്പും എരിവും ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഇത് കറക്റ്റ് പാകത്തിന് 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറൊക്കെ കിട്ടും. ഇത് ചൂട് മാറുമ്പോൾ, ചെറിയൊരു ചൂടുണ്ട്, മിക്സിയിൽ പൊടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ചൂടാണ്. ആ ചൂട് മാറുമ്പോൾ ഒരു ഗ്ലാസ് ഭരണിയിലാക്കി സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച മുതൽ 1 മാസം വരെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത ശേഷം കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്